ഷീലാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിഫോർണിയ ടൂറിൻ്റെ തുടർച്ചയാണിത്. മെയ് 29 ഞങ്ങൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി കാണാൻ പോയി. അനേകം ഏക്കറിൽ പരന്നുകിടക്കുന്ന ഈ യൂണിവേഴ്സിറ്റി ലോകത്ത് 3-ാം സ്ഥാനത്താണ്. കോളേജ് ബിൽഡിങ്ങും മധ്യഭാഗത്തായി ഒരു ക്രിസ്ത്യൻ ദേവാലയവുമുണ്ട്. വിനോദിൻ്റെ മകൻ വിവേക് പഠിച്ച UCLA കണ്ടു. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, ലോസ് ഏഞ്ചൽസ് ഇവിടുത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ പെടുന്നു. അവിടെ നിന്നും ലാസ് വേഗാസിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ഹോളിവുഡിൻ്റെ ആസ്ഥാനവും അവാർഡ് ദാന ചടങ്ങുകൾ നടക്കുന്ന സ്ഥലവും ഹോളിവുഡ് താരങ്ങളുടെ വിഹാര സ്ഥലങ്ങളും എല്ലാം കണ്ടു. മൈക്കിൾ ജാക്സന്റെ താമസിച്ചിരുന്ന വീടും കാണാൻ സാധിച്ചു. മെയ് 30 ലാസ് വേഗാസിൽ MGM ഹോട്ടലിൽ മുറികൾ ബുക്ക് ചെയ്തിരുന്നു. അവിടെ എത്തി വിശ്രമിച്ചു. അതിനുശേഷം അവിടുത്തെ ആകർഷണ കേന്ദ്രമായ കാസിനോസ് സന്ദർശിച്ചു. ഇവിടെ അനേകം കാസിനോസ് അനേകം സ്ഥലങ്ങളിലായി ഉണ്ട്. ഞങ്ങൾ താമസിച്ചതിനടുത്തായി ഏകദേശം 150 കാസിനോസ് ഉണ്ട്. വൈദ്യുതി ബൾബുകളുടെ വർണ്ണപ്പകിട്ടാൽ എല്ലാ കാസിനോസും വളരെ മനോഹരമായി തിളങ്ങി നിന്നിരുന്നു. ധനവാന്മാർ ചൂതുകളിക്കായി ഉറക്കമിളച്ച് തമ്പടിക്കുന്ന സ്ഥലം. ഞങ്ങളും ഇതെന്താണെന്നറിയാൻ പോയി. കുറച്ചു നേരം ചൂതാട്ടത്തിൻ്റെ രസം ആസ്വദിച്ചു. കുറച്ച് ഡോളർ നഷ്ടപ്പെടുത്തി മനസ്സിനെ സാന്ത്വനപ്പെടുത്തിയതല്ലാതെ വലിയ ലാഭമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ വിസിറ്റ് ചെയ്ത കാസിനോസ് വെനീഷ്യൻ ആൻഡ് വിൻ, സീസേഴ്സ് പാലസ്, മിറാജ് എന്നിവയാണ്. അവിടെ ഒരു സ്ഥലത്ത് മനോഹരമായ ഒരു മാജിക് ഷോ ആസ്വദിച്ചു. ഷിൻ LM ഷോ കണ്ടു. ലൈറ്റിനെ ആസ്പദമാക്കി കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു നല്ല കാഴ്ച. ഇവിടുത്തെ ബീച്ചുകൾ വളരെ മനോഹരമായ കാഴ്ചയാണ്. ലാസ് വേഗാസിൽ പോകുന്ന വഴി ഞങ്ങൾ സാന്താ മോണിക്ക ബീച്ചിൽ കടലിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ പോയി. ഇവിടുത്തെ പ്രധാന ആകർഷണം അറ്റ്മോസ്ഫിയർ തന്നെയാണ്. സമുദ്രത്തിൻ്റെ നിറം നല്ല ബ്ലൂ ആണ്. വർഷം മുഴുവൻ ഒരേ കാലാവസ്ഥയാണെന്ന് പറയപ്പെടുന്നു. സുന്ദരമായ ഈ ബീച്ചിൽ സൈക്കിൾ സവാരിക്കാരുടെ നല്ല തിരക്കാണ്. വഴിയോരങ്ങളിൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെ നിന്നും ആഹാരവും കഴിച്ച് വിവിധ കലാപരിപാടികളും ആസ്വദിച്ചു. പിന്നെ ഇവിടുത്തെ മനോഹരമായ ഹാഫ് മൂൺ ബീച്ചിൽ പോയി. നല്ല രസമായ ഒരു ബീച്ചാണിത്. സമുദ്രത്തിൻ്റെ തിരമാലകൾ ശക്തമായി അടിക്കുന്ന ശബ്ദമാണ്. ഇവിടുത്തെ സമുദ്രത്തിലെ വെള്ളത്തിനും നല്ല തണുപ്പുണ്ട്. അടുത്ത് തന്നെ ഒരു സുന്ദരമായ പൂക്കളുടെ ഗാർഡനും. ഇവിടുത്തെ ബേ ബീച്ച്, പെബിൾ ബീച്ച് എന്നിവ മനോഹരങ്ങളായ സമുദ്രത്തിൻ്റെ ഒരു കാഴ്ചകളാണ്. ഇവിടെയും അലയടിക്കുന്ന തിരമാലകളും നീലനിറത്തിലുള്ള കടലിൻ്റെ ഭംഗിയും തണുപ്പും എല്ലാം നമ്മുടെ മനസ്സിന് കുളിർമയേകുന്നു. ഇനി കുറച്ച് വിശേഷങ്ങൾ കൂടി ഞാൻ എല്ലാവരുമായി പങ്കുവയ്ക്കും. നമസ്കാരം. ഞാനിടുന്ന എല്ലാ വീഡിയോകളും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം.